ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉസ്താദ് അവറുകളുടെ അനുസ്മരണ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുണ്ടൂർ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തിൻ്റെ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ഉസ്താദിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ മഹബത്ത് വർദ്ധിച്ച് ഇഷ്കായി അങ്ങനെയുള്ള മഹബത്തിൽ അലിഞ്ഞ ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ മഹബത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അവിടുത്തെ ജീവിതം സാന്ത്വന സേവന പ്രവർത്തനങ്ങളിലും ദീനീ ദഅവാ പ്രവർത്തനങ്ങളിലും അതുപോലെ വിശുദ്ധമായ ഇൽമിന് വേണ്ടിയുള്ള ഖിദ്മത്തുകളിലൂടെയൊക്കെ കടന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറയുന്ന ആ വലിയ ഒരു ആശയമാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ സമയത്ത് ഉസ്താദുമായുള്ള ചില വിഷയങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തുള്ള മനുഷ്യർക്ക് ഉണ്ടാവേണ്ട അടയാളങ്ങൾ കിതാബിൽ ധാരാളം ഉണ്ടല്ലോ. ആ അടയാളങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടന്ന നമ്മുടെ ഒരു നേതാവാണല്ലോ കുണ്ടൂർ ഉസ്താദ്. സൈനുൽ ആബിദീൻ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കണ കാലത്ത് വീടിൻ്റെ കുറ്റിയടിയുടെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എന്നെ കൊണ്ടാണ് കുറ്റിയടിപ്പിച്ചത്. ഞാനൊരു ചെറിയ കുട്ടിയാണ് എന്നുള്ളതല്ല, സയ്യിദാണ് എന്നുള്ളതാണ് അവിടെ നോക്കിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടാകുമ്പോഴാണല്ലോ അവിടുത്തെ അഹ്ലുബൈത്തിനോട് വലിയ ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ തങ്ങന്മാരെ സാദാത്തുക്കളെ വലിയ ബഹുമാനത്തോടെ കൊണ്ടൊരു ഉസ്താദ് കാണാറുണ്ട്. അതേപോലെ മദ്ഹ് പാടുക, മദ്ഹ് കേൾക്കുക, മദ്ഹ് രചിക്കുക, ഇതിനായി ജീവിച്ചതാണ് കൊണ്ടൂർ ഉസ്താദ് എന്ന് നമുക്ക് അവിടുത്തെ ചരിത്രം വായിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. മദ്ഹ് ചൊല്ലിയവർക്ക്, ബുർദ ഇല്ലിയവർക്ക്, മൗലിദ് ഇല്ലിയവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശൈലിയാണല്ലോ. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ പുതപ്പും അബ്ബാസ് ബിൻ മിർദാസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടിയപ്പോൾ 100 ഒട്ടകം കിട്ടിയതും ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സമ്മാനങ്ങൾ നമുക്കൊക്കെ അറിയാലോ. അങ്ങനെ മദ്ഹ് പാടിയ, മൗലിദ് പാടിയവർക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കും. ഇത് നമ്മൾ നന്നായിട്ട് അനുഭവിച്ചത് മർക്കസിൽ നിന്നാണ്, സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന്. ഉസ്താദിൻ്റെ അടുത്ത് നല്ല അൽഫൽ അലിഫും അല്ലെങ്കിൽ നല്ല ബൈത്തുകളൊക്കെ പാടുന്ന, നല്ല ഈണത്തിൽ പാടുന്ന, നല്ല മദ്ഹ് ചൊല്ലുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദ് നല്ല ക്യാഷ് കൊടുക്കും. അത് കൊണ്ടൂർ ഉസ്താദിനെ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മഹബത്തിൻ്റെ കുറേ എലമെൻറ്റുകൾ ഉസ്താദിൽ അല്ലേ നമുക്ക് വായിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കാര്യങ്ങൾ, ഒന്ന് കൊണ്ടൂർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒന്ന് ബുർദ, മറ്റൊന്ന് ബുഖാരി ദർസ്. ഇതാണ് കൊണ്ടൂർ ഉസ്താദിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. വലിയ ആലിമായിരുന്നു കൊണ്ടൂർ ഉസ്താദ് എന്നത് പലരും പറയാതെ പോകുന്ന ഒരു കാര്യം. ബാക്കവി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ബാക്കവി ആവുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ആലിമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം ദർസ്, ബാക്കവി ആവുന്നതിന് മുമ്പ് തന്നെ ദർസ് നടത്തിയിരുന്നു. പിന്നീട് ബാക്കവി ആവാൻ പോയി. പിന്നീട് വന്നിട്ടും ദർസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ദർസ് അങ്ങനെ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് കൊണ്ടൂർ പള്ളിയിലാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ കുറച്ച് മുദരീസ് ഇല്ലാത്ത സമയത്ത് അവിടെ അങ്ങനെ കുട്ടികളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് വന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് എടുക്കാനുള്ളത് എന്ന് വിളിച്ചു വരുത്തിയിട്ട് ആ ഭാഗം മുതൽ ദർസ് ഓതി കൊടുത്ത ഒരു സംഭവം കൂടെ ഉസ്താദിൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്. വലിയ ആലിമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉസ്താദിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, മറ്റൊരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അന്ന് അങ്ങനെ ദർസ് നടത്തിയപ്പോഴേ ബിസ്മിയെക്കുറിച്ചാണ് കൊണ്ടൂർ ഉസ്താദ് വിശദീകരിച്ചത്രേ. അത് മണിക്കൂറുകളോളം. അതിൽ മുത്തഅല്ലിമീങ്ങൾ പറയുന്നുണ്ട്, ഒരു കിതാബും നോക്കാതെ, ഒന്നും മറിച്ച് നോക്കാതെ, എന്താണോ നമ്മൾ ഓതുന്ന കിതാബിൽ ബിസ്മിയെക്കുറിച്ച് വിശദീകരിച്ചത് അത് മുഴുവനും കാണാതെ പഴയ ഓർമ്മയിൽ
ഓതിക്കൊടുത്തത്ര. അതിന് ശിഷ്യന്മാർ പറയണത് സ്ക്രീനിൽ കണ്ട് പറയണത് പോലെയായിരുന്നു കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞിരുന്നതെന്നാണ്. പക്ഷെ അത് ആരെങ്കിലുമൊക്കെ വന്നാൽ ഫിഖ്ഹിൻ്റെ മസലകളാണ് നന്നായിട്ട് പറയുക. നമ്മുടെ അയിമത്തിൽ ഇസ്തഖരി ഇമാമ് പറഞ്ഞിട്ടുണ്ട്, ത്വാഹിറാണെന്നൊക്കെയുള്ള മസലകൾ ഫത്തുൽ മീനൊക്കെ. റാസി ഉസ്താദ് പറഞ്ഞ പോലെ കൊണ്ടൂർ ഉസ്താദ് മദ്ഹ് പാടലും മദ്ഹ് രചിക്കലും മാത്രമാണ് അവരുടെ ഒരു ജീവിത ശൈലി എന്ന് മനസ്സിലാക്കി പോകുന്നവർ കൂടുതലാണ്. യഥാർത്ഥത്തിൽ വലിയ ആലിമാണ് അല്ലേ? അതെ. അല്ല, അത് പറയുമ്പോൾ എനിക്ക് ഞാൻ ഉസ്താദ് ജീവിക്കുന്ന കാലത്ത് അവിടെ ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചൊരു അനുഭവമുണ്ട്. അന്ന് നമുക്ക് അവിടുത്തെ ഉസ്താദ് അബൂബക്കർ ഹസൻ ഉസ്താദ് ഖുലാസ ഓതി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ 2-3 ഉസ്താദന്മാരാണ് നമുക്കവിടെ ദർസിൽ ഓതി തന്നിരുന്നത്. കൊണ്ടൂർ ഉസ്താദിൻ്റെ സബക്കൊന്നുമില്ല. ഇതുപോലെ അന്ന് ഹസൻ ഉസ്താദ് ഈ ഇടയ്ക്ക് ദ്വീപിലേക്ക് ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. റബീഉൽ അവ്വലൊക്കെ ആകും. ഇതുപോലെ ഹസൻ ഉസ്താദ് ഇല്ലാത്തൊരു സമയത്ത് ഹസൻ ഉസ്താദിൻ്റെ സബക്കിൻ്റെ ആ സമയത്ത് ഉസ്താദ് ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നു. അന്ന് എവിടെ നിന്ന് എടുക്കാനുള്ളത് എന്ന് ചോദിച്ച് ഉസ്താദ് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഉസ്താദ് ആ ഓതി വെച്ച ഭാഗം അവിടുന്ന് ഞങ്ങൾക്ക് ഖുലാസയിൽ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്ർ ദുആകൾ പറയുന്ന ആ ഭാഗമാണ് ഉസ്താദ് എടുത്തത്. നമ്മളൊക്കെ അന്ന് ഷഹീദല്ലാഹു അന്നഹു നിസ്കാരത്തിൻ്റെ ശേഷം ഓതണമെന്ന് പഠിപ്പിച്ചു തന്നതും അത് പഠിച്ചു വരണമെന്ന് ഉസ്താദ് പറഞ്ഞതിൻ്റെ പേരിൽ അന്ന് പഠിച്ചു വെച്ചതാണ് നമ്മളന്ന് നിസ്കാരത്തിൻ്റെ ശേഷം. കൊണ്ടൂർ ഉസ്താദാണ് ആ ഭാഗം എടുത്തു തന്നതെന്ന് നല്ല ഓർമ്മ ഉണ്ട്. അപ്പോഴും ക്ലാസ് മുടങ്ങരുത് എന്നുള്ള, കുട്ടികൾ വെറുതെ ഇരിക്കരുത് എന്നുള്ള, മാത്രമല്ല എവിടുന്നാണെങ്കിലും തദ്രീസിന്റെ കഴിവും കൂടി ഉണ്ട് എന്നാണല്ലോ മനസ്സിലാവുന്ന ഒരു കാര്യം. പണ്ടുള്ള മുൻകഴിഞ്ഞ ആലിമീങ്ങളൊരു സ്വഭാവം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സബക്കിനെ കുറിച്ചൊക്കെ ഉള്ളാൾത്തങ്ങൾ അനുഭവത്തിലുണ്ടല്ലോ. ജമ്മു ഓതുന്ന സമയത്ത് ഒരു ഭാഗത്ത് ചതിലെന്ന് പോയിട്ട് കിട്ടുന്നില്ല. ഉള്ളാൾത്തങ്ങൾ പറയുന്ന കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എന്നാൽ അപ്പുറം വായിക്കും ഇപ്പുറം വായിക്കും. അങ്ങനെ 2 വട്ടം അപ്പുറം ഇപ്പുറം വായിച്ചപ്പോൾ ചതിലെന്ന ഭാഗം കണ്ണിയത്ത് ഉസ്താദ് വായിച്ചു എന്നാണ്. അവർക്ക് എപ്പോഴും ബിൽഹുദൂർ എപ്പോഴും മനസ്സിലായ ഇൽമുണ്ടാവും, ഹൃദയത്തിലുണ്ട്. ശരിക്ക് ആലിമു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഉസ്താദ് പറഞ്ഞ പോലെ വെറും മദ്ഹ് മഹബത്ത് ഇങ്ങനെ ഉള്ളൂ, ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെയുള്ള ഒരു വായന ഉണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്താണ് സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ അവിടെ ആദരിക്കുന്ന സമ്മേളനം ഉണ്ടായത്. അന്ന് ഞാൻ SSLC കഴിഞ്ഞ് എൻ്റെ ബാച്ചിലുള്ള ആളുകളൊക്കെ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ +1 കടക്കാനുള്ള ആ ഗ്യാപ്പിൽ അവിടെ തന്നെ കൊണ്ടൂർ തന്നെ നിന്ന് എൻ്റെ ഇഷ്ടപ്രകാരം നിന്ന് ചെറിയ കിതാബുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ ഉസ്താദിൻ്റെ മുമ്പിൽ പെട്ടു. ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതിന് ചെറിയ കുട്ടിയാണ്. അന്ന് ഉസ്താദ് എന്നോട് ഗൗരവത്തിൽ ചോദിച്ചു, എന്താ പഠിക്കാൻ, കിതാബ് ഓതി പഠിക്കാനൊന്നുമില്ലേ എന്ന്. നമ്മളിതിന് ഓടിപ്പോ നമ്മളങ്ങനെ തെർബിയത്ത് നടത്തിയ ചെറിയ പ്രായത്തിലൊരു ഓർമ്മയാണ്. ഗൗരവത്തിലാണ് ചോദിച്ചത്. അപ്പൊ ആ താല്ലുവിനോടുള്ള വെറുതെ അങ്ങനെ നടക്കരുത് എന്നുള്ള ഒരു പാഠം നമ്മളവിടെ സമയത്ത് പഠിപ്പിച്ചു എന്ന് പറയാം. സോഫ്റ്റ് കോർണറിൽ ജീവിക്കുന്ന എല്ലാവരോടും സ്നേഹവും സാന്ത്വനമായിട്ട് ജീവിക്കുന്ന ഉസ്താദ് ചൂടാവുന്ന സന്ദർഭം എവിടെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഏരിയയിലായിരിക്കും. മുത്തല്ലിമീങ്ങൾ വെറുതെ നടക്കുന്നുണ്ടെങ്കിൽ, ക്ലാസ് മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് നന്നായിട്ട് ചൂടായി അവരെ പിന്നെ തർബിയത്ത് നടത്താറുണ്ട് എന്ന് നമുക്ക് വായനയിൽ നിന്ന് മനസ്സിലാവും. പിന്നെ അതേപോലെ ഈ ദേഷ്യപ്പെട്ടൊരു സംഭവം പറഞ്ഞത്, ഇപ്പോൾ വലിയ ബഹുമാനമാണ് ഉസ്താദന്മാരോട്. കരിങ്കപ്പാറ ഉസ്താദിനാണെങ്കിലും ഷെയ്ഖായ ചാപ്പനങ്ങാടി വപ്പുസ്താനോടാണെങ്കിലും വലിയ ബഹുമാനം. കരിങ്കപ്പാറ ഉസ്താദിന് മുമ്പിലൊന്നും മിണ്ടൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഒരു കല്യാണ മജ്‌ലിസിൽ വെച്ചിട്ട് സദസ്സ് വെച്ചിട്ട് ഒരിക്കലും ഒരാളിങ്ങനെ ഒരു അനുവദനീയമല്ലാത്തൊരു വാദ്യോപകരണം ഉപയോഗിച്ച സമയത്ത് അവിടെ കരിങ്കപ്പാറ ഉസ്താദ് ഉണ്ട് അവിടെ. പക്ഷെ ആ സമയത്ത് കൊണ്ടൂർ ഉസ്താദ് വന്ന് മുന്നോട്ട് വന്നിട്ട് ഹറാമാണ്, ഉപയോഗിക്കരുത് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ സ്ഥലങ്ങളിൽ ഉസ്താദ് നന്നായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി. ദീനിനെതിരെയുള്ള സംഗതികൾ കണ്ടാൽ അവിടെ അപ്പോൾ അത് തിരുത്തുക, അതിലിടപെടുക എന്നുള്ളത് ഉസ്താദിന്റെ ഒരു ശൈലിയാണ്. ഫിഖ്ഹിന്റെ റൂട്ടിലുള്ള ലൈഫ്. അതെ അതെ. അപ്പൊ ഈ ചെറുവിരല് എല്ലാത്തടത്ത് വേറെ ഏതെങ്കിലും തൊട്ടടുത്ത് ഉള്ള വിരലിലൊക്കെ ചില ആളുകൾ മോതിരം, അത് ഉസ്താദിന് തീരെ കണ്ടുകൂടാ. പലരുടെ കയ്യിൽ നിന്നും അത് ഊരി വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടാണല്ലോ. അഭിപ്രായം വരുന്നുണ്ടല്ലോ. പലരും ശ്രദ്ധിക്കാത്തൊരു ഉസ്താദിന്റെ ശരീരത്തിലുള്ള കണിശത. അത് സമയത്തൊന്നും ആരോ പറഞ്ഞത് പാകമില്ലാത്തോണ്ട് ഇട്ടതാണ്. ഉസ്താദ് പറഞ്ഞു, നൂല് കെട്ടിയിട്ട് നൂല് കെട്ടി പാകപ്പെടുത്തിയിട്ട് ഇട്ടാൽ മതി, എന്നാലും ചെയ്യരുത്, ചെറുവിരലില്ലാത്ത വിരലിലിടരുത് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മളെ ഇൽമുമായി പറഞ്ഞപ്പോൾ കൊണ്ടൂർ ഉസ്താദാണ് ശരിക്ക് നമ്മളെ വൈലത്തൂർ ബാവസ്ഥാനം രൂപപ്പെടുത്തുന്നത്. കൊണ്ടൂർ ഉസ്താദ് ദർസിൽ ഓതുന്ന സമയത്ത് ബാവ ഉസ്താദ് നാട്ടിൽ കർഷകനാണ്.
ഉസ്താദ് തന്നെ ഉസ്താദ് തന്നെ കൊണ്ടൂർ ഉസ്താദിൻ്റെ മർസിയത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർഷകനായി ഈ പശുവിൻ്റെ ഒക്കെ പിറകിങ്ങനെ പശുവിനെ തെളിച്ചെടുക്കുന്ന കാലഘട്ടത്തിൽ കൊണ്ടൂർ ഉസ്താദിനെ വളരെ രഹസ്യമായാണ് ഇൽമിലേക്കും അമലിലേക്കൊക്കെ വഴി നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചിരുന്ന കാര്യമാണ്. ഇപ്പോൾ കൊണ്ടൂർ ഉസ്താദ് എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ വൈലത്തൂർ ഉസ്താദ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ കേരളീയ ഉലമാൻ്റെ കിതാബുകൾ അല്ലേ ഉണ്ടാവുന്നത് വൈലത്തൂർ ഉസ്താദിൻ്റെയും കൂടിയാണല്ലോ. ഉസ്താദിനോടൊപ്പം 2 ഉസ്താദുമാരാണല്ലോ തസ്നീഫിൻ്റെ രംഗത്ത്. എന്ന് പറഞ്ഞാൽ സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ രൂപപ്പെടുത്തിയ മുസഅബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടായത്. അതായത് കൊണ്ടൂർ ഉസ്താദ് കരിങ്കപ്പാറ ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കണത് വൈലത്തൂരാണ്. വൈലത്തൂർ ചെലവിൽ പള്ളിയിലാണ് കരിങ്കപ്പാറ ഉസ്താദിനടുത്ത് കൊണ്ടൂർ ഉസ്താദ് പഠിക്കുന്നത്. കൊണ്ടൂർ ഉസ്താദ് ചെലവ് വീട്ടുകാരനായിട്ട് വരുന്നത് ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ്. അന്ന് ഉസ്താദ് മുത്തഅല്ലിം ആയിട്ടില്ല. എന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ എനിക്ക് പേടിയാവും, എൻ്റെ കൂടെ ഒന്ന് പോരണം എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകും. ആ പോകുന്ന പോക്കിൽ കൊണ്ടൂർ ഉസ്താദ് എന്ത് ചെയ്യാണ്, ഉസ്താദിനെ മുത്തഅല്ലിമാക്കി എടുക്കുകയാണ്. ഇൽമിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിൽ ഇൽമിനോടുള്ള താല്പര്യം വന്നതും ഞാൻ മുത്തഅല്ലിമായതും കൊണ്ടൂർ ഉസ്താദിൻ്റെ ആ സംസാരത്തിലാണെന്ന് ഉസ്താദ് കൊണ്ടൂർ ഉസ്താദിനെ സ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൊണ്ടൂർ ഉസ്താദിനെ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം വായിക്കേണ്ടത് അവിടുത്തെ ഇൽമ്, ദർസ്, ഫിഖ് അല്ലേ, എന്നിട്ടാണ് ആ റൂട്ട് ആരംഭിച്ചതെന്നർത്ഥം. എല്ലാ ഇമാമിങ്ങളും ടാർഗറ്റിലേക്ക് എത്തുന്നത് ഫിഖിൽ ആരംഭിച്ചിട്ടാണല്ലോ. ഇപ്പോൾ ലോകം കീഴടക്കിയ തസവുഫിൻ്റെ ലീഡറാണല്ലോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഇഹ്യാ ഉലൂമുദ്ദീൻ അവരുടെ മാസ്റ്റർ പീസ് ഗ്രന്ഥം. പക്ഷേ വജീസ്, വസീത്ത്, ഖുലാസൊക്കെ ആണല്ലോ അവരുടെ അല്ലേ. അതിൽ നിന്നാണല്ലോ റാഫി ഇമാമിൻ്റെയും ഇമാമിൻ്റെയും ഈ തുഹഫയും നമ്മളെ ഇപ്പം അടുത്ത് പറയുന്ന ഖുലാസ വരെ അതിൽ നിന്ന് രൂപപ്പെട്ടാണല്ലോ. അപ്പോൾ ഫിഖിൻ്റെ റൂട്ടാണ് ശരിയായ റൂട്ട്, അതാണ് മഹബത്ത്, അതാണ് ദീന് എന്ന് ജീവിച്ച് കാണിച്ചെന്ന ആളാണ് പ്രിയപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്. അങ്ങനെ കൊണ്ടൂർ ഉസ്താദ് എത്തി നമുക്ക് വഴി നടത്തിയ ഒരു വഴിയാണ് മഹബത്തിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. വളരെ ക്ഷീണിതനായി ഒരു ദിവസം കിടക്കുന്ന സമയത്ത് തീരെ വയ്യ. അപ്പോഴാണ് പിന്നെ സന്ദർശകരിൽ ഒരാൾ ഉസ്താദിന് മദീനയിലുള്ള ഒരു തസ്ബീഹ് മാല കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചാടി എണീറ്റ് പിന്നെ വാരിയെടുത്ത് അതിന് മുത്തി. എന്ന് പറഞ്ഞാൽ അതൊരു മദീന എന്ന് പറയുമ്പോൾ ഹൃദയം പിടക്കുന്ന ഒരു പിടക്കലാണ്. അതേ സമയത്ത് കൊണ്ടൂർ ഉസ്താദ് മദീനയിലേക്ക് പോകുമ്പോൾ വല്ലാതെ കരയുമത്രേ. ഞാനിതിന് പോകാൻ അർഹനാണോ, എൻ്റെ മോശത്തരമൊക്കെ തങ്ങൾ അറിയൂലേ, കാണൂലേ, എൻ്റെ കാല് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശക്തി കിട്ടണില്ല, നരമ്പ് ചുരുങ്ങിപ്പോകുന്നു. എന്നിട്ട് മദീനയിലേക്ക് റൗള സിയാറത്തിന് പോകുന്ന കൊണ്ടൂർ ഉസ്താദ് ഇടക്ക് അവിടെ ഇരിക്കും അത്രേ. എന്നിട്ട് കുറേ സ്വലാത്ത് എല്ലിയിട്ട് പിന്നെയും നടന്ന് പിന്നെയും സ്വലാത്ത് എല്ലി അവിടെ ഇരുന്ന് ഞാൻ പോകാൻ പറ്റുമോ ഇങ്ങനെ പറയുമ്പോൾ ഷഹറാനി ഇമാമിൻ്റെ ബഹജത്തുൻ നുഫൂസിലുണ്ട്, നമ്മൾ റൗള ഷെരീഫിൻ്റെ അടുത്തും മദീനയിലും നിൽക്കാൻ അർഹനല്ല എന്നുള്ള ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. അവിടെ എത്തിയ ഭയങ്കര ലജ്ജ ഉണ്ടാവണം. ഞാനെങ്ങനെയാണ് ഈ മുത്ത തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ വന്ന് നിൽക്കുക, ഒന്ന് തങ്ങൾ ചവിട്ടിയ ഭൂമിയിൽ ഞാനെങ്ങനെ ചവിട്ടും റബ്ബേ. ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക മഹബത്തിൻ്റെ ഭയങ്കര റൂട്ട് പഠിപ്പിച്ചെന്ന ആളാണ് പ്രിയപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് എന്ന് പറയുന്നത്. അതന്നെ അതിൻ്റെ ഒരു അനുഭവം ആറ്റുപുറ അലി ബാക്കവി ഉസ്താദ് പറയുന്നുണ്ട്. അവർ മദീനത്ത് പോയപ്പോൾ കൊണ്ടൂർ ഉസ്താദ് പെട്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എവിടേക്കാണ്, ഈ തിരുഹദറത്തിലേക്ക് ഒന്ന് പോയി നോക്കല്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഉസ്താദ് പറഞ്ഞ പോലെ ആ ക്ഷീണവും പ്രയാസവും പോകുമ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയണില്ല, ഇടയ്ക്ക് ഇരിക്കുക, സ്വലാത്തില്ല, എങ്ങനെ മുത്തനബിൻ്റെ മുമ്പ് പോകുക എന്നാ പേടിയും ബേജാറും. അങ്ങനെ ചെന്ന് മെല്ലെ രണ്ടാളും കൂടി ചെല്ലുകയാണ്. എന്നിട്ട് ബാബുസലാമിലൂടെയാണ് ഇവർ കയറുന്നത്. അങ്ങനെ കയറിയിട്ട് അവിടെ ആ തിരുഹദറത്തിൽ എത്തുമ്പോൾ മെല്ലെ ആറ്റുപുറ ഉസ്താദിൻ്റെ ചെവിയിൽ ഉസ്താദ് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ആ ആദ്യമൈത്തെ ഒന്ന് ചൊല്ലിത്തരുമോ, അബൈത്ത്. അപ്പോൾ ആറ്റുപുറ ഉസ്താദ് പരിസരത്ത് എന്താ പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ സമയത്ത് മെല്ലെ അങ്ങനെ ആദ്യമൈത്തെ നൂറുള്ള അഹമ്മദ് നബിയിൽ അഷ്റഫുൽ ഖൽഖി നബിയുള്ള ആദരവായ റസൂലുള്ള, ഇതിങ്ങനെ അങ്ങനെ പാടിയിട്ട് ഉസ്താദ് ഇങ്ങനെ കരഞ്ഞിട്ട് പെട്ടെന്ന് അട്ടഹസിച്ചു. വികാരം ഈ മഹബത്ത് കൊണ്ട് വർദ്ധിച്ചിട്ട് അപ്പോൾ പോലീസുകാരെയും പരിസരത്തുള്ളവരും നോക്കാതെ ആ സ്നേഹം കൊണ്ട് ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ മഹബത്ത് ശരിക്കും ഇങ്ങോട്ട് പ്രകടമാകുമ്പോൾ ഉസ്താദ് എന്ത് ചെയ്തു, പരിസരം മറന്നിട്ട് ഹബീബായ നബിയിൽ അങ്ങോട്ട് ചേർന്നിട്ട്
അട്ടഹസിച്ചു എന്ന് ഉസ്താദ് പറയേണ്ട ഒരു അനുഭവം പറയുന്നുണ്ട്. മദീന എന്ന് പറഞ്ഞാൽ ഉസ്താദിന്, കൊണ്ടൂർ ഉസ്താദിന് ഭയങ്കര ഒരു വികാരം. അതുകൊണ്ട് ഹിദമത്തിനെന്ന് ഒരാൾ, കൊണ്ടൂർ ഉസ്താദിന് ഹിദമത്തിനെന്ന് ഒരാൾ പറയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. കൊണ്ടൂർ പള്ളിയിൽ പിന്നെ കിടന്നു. കൊണ്ടൂർ ഉസ്താദ് ഉറങ്ങിയിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഹാദിമ കിടന്നത്. കുറച്ചപ്പുറത്ത് കിടന്നപ്പോൾ പാതിരാത്രി ആകുമ്പോൾ എന്തോ ഒരു മൂളലിൻ്റെ സൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എട്ടി നോക്കുമ്പോൾ കൊണ്ടൂർ ഉസ്താദ് ഇങ്ങനെ എന്തോ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞത്, റബിയുൽ അവ്വലായല്ലോ, ഇവിടുത്തെ നബിദിന റാലിയിൽ കുട്ടികൾക്ക് പാടേണ്ട പാട്ടിന് ഇശൽ നൽകുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ ഈ പ്രേമം തലി കയറിയാൽ ഉറക്കുണ്ടാവില്ല, വൽഹബ്ബു യാത്തരിലുല്ലി ബില്ലാലമീ എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ കൊണ്ടൂർ സാധനം കൂടുതൽ പഠിക്കണം എന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു വന്നാൽ അവിടെ കൊണ്ടൂര് ഭയങ്കര ആവേശം. പാടത്തും തോടത്തും റോട്ടുമ്മലും എല്ലായിടത്തും മൗലിദ്. ആര് വന്നാലും മൗലിദ് എല്ലിപ്പിക്കുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു സിസ്റ്റം ആ മഹബത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ സാന്ത്വന സേവന പ്രവർത്തനങ്ങളും. കൊണ്ടൂർ സ്ഥാനം പറയുമ്പോൾ തെന്നിന്ത്യയിലെ വരീബ് നവാസ് എന്നാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ശരിക്കും എല്ലാവർക്കും, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പോലും. ഉസ്താദിൻ്റെ അടുത്ത് രാജേഷ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ അമ്മ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ട് സങ്കടം പറയാൻ വേണ്ടിയിട്ട് കൊണ്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് വന്നൊരു സംഭവമുണ്ട്. എൻ്റെ അമ്മ ജീവിതത്തിലൊരു തെറ്റും ചെയ്യാത്ത ആളാണ്, പിന്നെ എന്തേ എൻ്റെ അമ്മ ഇങ്ങനെ മരണപ്പെട്ടത് എന്ന് രാജേഷ് ഉസ്താദിനോട് സങ്കടം പറയുമ്പോൾ ഉസ്താദ് സമാധാനിപ്പിക്കുകയാണ്. മുത്തുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പല്ലാതല്ലേ ജനിച്ചത്, അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും. എങ്ങനെ മരിച്ചത് എന്ന് കൊണ്ടൂർ ഉസ്താദ് രാജേഷിന് തിരിയണ ഭാഷയിൽ തിരിച്ചു കൊടുക്കുകയാണ്. ഗാന്ധിജി എങ്ങനെ മരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കൊണ്ടൂർ ഉസ്താദ് അവിടെ. അപ്പോഴാണ് രാജേഷിന് ഒരു സമാധാനം വരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലോ അവിടുത്തെ പാവങ്ങളെ സഹായിക്കുക, സ്നേഹിക്കുക. അത് തന്നെയല്ലേ മഹബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളവും. അങ്ങനെ അങ്ങനെ പഠിച്ച് കരീബ് നവാസായതാണ്. നമ്മുടെ ഉസ്താദുമാരിപ്പോൾ നമ്മളിങ്ങനെ ഈ മഹബത്തിൻ്റെ വേദിയിൽ ഇങ്ങനെ പറയുന്ന ഉസ്താദ്, ചെറിയ ഉസ്താദ്, കൊണ്ടൂർ ഉസ്താദ്, അപ്പോൾ അങ്ങനെയുള്ള ഉസ്താദുമാരൊക്കെ പ്രത്യേകത ഈ പാവങ്ങളോട് ഭയങ്കര ഒരു അലിവുണ്ടാവും. ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയൊരു കാര്യമല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വ തർക്കൽ മുൻകറാത്തി വ ഹുബ്ബൽ മസാക്കീൻ. അള്ളാഹിനോട് തങ്ങൾ ചോദിച്ചു വാങ്ങണമെങ്കിൽ പാവങ്ങളെ എനിക്കൊന്ന് ഇഷ്ടപ്പെടണം. ഒരു സാധു മദീനത്തെ പള്ളിയിൽ, ഒരു പാവപ്പെട്ട ഒരാൾ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ സഹായിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് തന്നെ ഓൾറെഡി പാവങ്ങളാണ്. അവരുള്ളതെല്ലാം ചെറുതും വലുതും പൊറുക്കിയെടുത്ത് വന്നപ്പോൾ ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രകാശിച്ചിട്ട് സ്വർണ്ണക്കളറായിരുന്നു. അതാണ് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് തങ്ങളെ ഒരു ഭാര്യൻ്റെ സ്ഥാനപ്പേര് ഉമ്മുൽ മസാക്കീൻ, തങ്ങളെ ഇഷ്ടപ്പെട്ട ജാഫറുല്ലാൻ്റെ പേര് അബുൽ മസാക്കീൻ എന്നൊക്കെയാണല്ലോ. അത് കൊണ്ടൂർ സ്റ്റൈൽ ശരിക്കും അതങ്ങനെ കാണും. പിന്നെ റോഡ് നന്നാക്കുക, പൊട്ടിയ റോഡ് ശരിയാക്കുക, കുണ്ടും കുഴിയൊക്കെ ആയതിനെ കല്ലും മണ്ണൊക്കെ ഇട്ടിട്ട് ശരിയാക്കുക. പിന്നെ യത്തീംഖാനൻ്റെ പണിയിൽ കല്ല് ചുമക്കുക. ബുഖാരി ഇമാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കാറില്ലേ, അവിടെ റിബാത്ത് എടുക്കുന്ന സമയത്ത് കല്ല് ചുമന്ന് നടന്നപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു, നിങ്ങളെന്തിനാ ഈ കല്ല് ചുമന്ന് നടക്കണത്? ഇതാണ് എനിക്ക് ആഖിറത്തിലെ പ്രതീക്ഷ എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ കച്ചവടം ചെയ്തിട്ട് പൊട്ടിപ്പോയ ആളെ കരകയറ്റുക. ഈ പൂളൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് മഴ പെയ്യുന്ന സമയത്ത്, മഗ്‌രിബിനോട് അടുത്ത സമയത്ത് ഉസ്താദ് ഇങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഒരു പൂള കച്ചവടക്കാരൻ മഴ കൊണ്ട് ഇത് വിൽക്കുകയാണ്. അത് തീർന്നിട്ടില്ല, ഇനി ഒരുപാട് തീരാനുണ്ട്. അപ്പോൾ ഉസ്താദ് ചിന്തിക്കുകയാണ്, പഠിച്ചോനെ ഈ സാധു കുടുംബം പോറ്റണല്ലോ, ഇയാൾക്ക് ഇപ്പം ഇത് ചിലവാവില്ലല്ലോ എന്ന് ചിന്തിച്ച് ആ പൂള മുഴുവനും വാങ്ങിയിട്ട് അത് വീട്ടിലെത്തുമ്പോഴേക്ക് വഴിയിലുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ്. വരി കൊണ്ടുപോകല്ല, എപ്പോഴും പാവങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. ഉസ്താദിന്റെ ഈ ഇതാണ് നിങ്ങള് പറഞ്ഞ മറ്റേ വാഴക്കൊല, നമ്മളെ ഉസ്താദിന്റെ മക്കാമിൽ ഇപ്പം ഇങ്ങനെ ചെറുപഴം പഴുത്തത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എപ്പോഴും. ഇപ്പോൾ ഈ ഉറൂസിനൊക്കെ പഴക്കൊലകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന് പറയണത്, ഉസ്താദ് ഇതുപോലെ വഴിയിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും കടകളിൽ പഴക്കൊല തൂങ്ങുന്നത് കണ്ടാൽ ഉസ്താദ് പറയത്രേ, അയാൾക്ക് ഇനി അത് വിറ്റ് തീരണമെങ്കിൽ എത്ര ദിവസം കഴിയണം, അതുകൊണ്ട് ആ പഴക്കൊലുണ്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഒപ്പമുള്ള മക്കളെ കൊണ്ട് അതിന് വാങ്ങിപ്പിച്ചിട്ട് നടന്ന് കൊടുക്കുക. കാണുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. അതാണ് ഉസ്താദിന്റെ ഉറൂസിൽ ഈ പഴക്കൊല വരുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയാറുണ്ട്. ഈ പാവപ്പെട്ടവരെന്തായിരിക്കും ആലോചിക്കുക, അത് ഉസ്താദ് ഇവിടെ അവരെ കാണുമ്പോൾ ആലോചിക്കുകയാണ്. അത് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ടത് പ്രയാസ ഉസ്താദിനെ മുംബൈയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. മുംബൈയിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ
5 മണിയാകുമ്പോൾ ചിലപ്പോൾ കച്ചവടം പൂട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു വാർത്ത കേട്ട സമയത്ത് ഉസ്താദ് കൊണ്ടൂരിൽ നിന്ന് ഓടുകയാണ് മമ്പുറത്തേക്ക് സിയാറത്ത് ചെയ്ത് വിഷയങ്ങളൊക്കെ ഒന്ന് അവിടെ നിന്ന് പറയാമെന്നുള്ള അർത്ഥത്തിൽ അവിടെ നിന്ന് കൊണ്ടൂരിൽ നിന്ന് ഓടുകയാണ്. അപ്പോൾ കണ്ട സമയത്ത് മകൻ ആരോ കണ്ടിട്ട് എങ്ങോട്ടാ പോകണം ഉപ്പാന്ന് വെച്ചിട്ട് വണ്ടി കയറിയിട്ട് മമ്പുറത്ത് പോയിട്ട് അവരെ പ്രയാസം മാറാൻ വേണ്ടി ദുആ ചെയ്യുക. ഒരു 5 മണിയായ സമയത്ത് ഉസ്താദിൻ്റെ ദുആക്ക് കഴിഞ്ഞപ്പോൾ സമയത്ത് ഉസ്താദ് വിളിച്ചു നോക്കുന്നുണ്ട് എന്തായി. അപ്പോൾ ആ പാവപ്പെട്ടവരുടെ വിഷയം മനസ്സിലേക്ക് വരുന്ന സമയത്ത് ബാക്കി എല്ലാതും മറന്ന് അതിനെന്ത് പരിഹാരം ചെയ്യാൻ കഴിയും എന്നൊരാലോചന. അതങ്ങനെ തന്നെ ഉസ്താദ്. അപ്പോൾ ആരും നോക്കൊന്നുമില്ല, ആരും കാത്തുക്കൊന്നുമില്ല. ഇപ്പോൾ AP ഉസ്താദിനെ കൊണ്ടൂര് ആദരിക്കുന്ന ആ ഒരു പശ്ചാത്തലം ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അങ്ങാടിയിൽ നിന്നൊക്കെ ഉസ്താദ് ഇങ്ങനെ AP ഉസ്താദിനെ കുറ്റം പറയണമൊക്കെ കേട്ടതിൻ്റെ പേരിലും AP ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുണ്ടൂരിൽ നിന്ന് മക്കളൊന്നും അറിയാതെ കുണ്ടൂരിൽ നിന്ന് ബസ് കയറിയിട്ടാണ് എവിടേക്ക് പോണത്, മർക്കസിലേക്ക് പോകണം. എന്നിട്ട് ഇത് അറിഞ്ഞിട്ട് മക്കൾ ബാക്കിൽ പിന്നെ കാർ എടുത്ത് പോവുകയാണ്. എന്നിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വെച്ചിട്ട് ബസ്സിൽ ഉസ്താദിനെ കാണുകയും കാറിൽ കയറ്റി പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ AP ഉസ്താദിനോടുള്ള മഹബത്ത് പറഞ്ഞാൽ അത്രയും യതീമക്കളെ പോറ്റുന്ന, അഗതികളെ പോറ്റുന്ന, ഇത്രയും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഉസ്താദിനെ എങ്ങനെ കുറ്റം പറയാ, എങ്ങനെ വിമർശിക്കുക എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കുണ്ടൂര് കൊടുത്തിട്ട് AP ഉസ്താദിനെ കുണ്ടൂർ ഉസ്താദ് എന്ത് ചെയ്യണത്, ആദരിക്കണത്. ഇത് മനുഷ്യന്മാരോട് മാത്രമൊന്നുമല്ല ഉസ്താദിൻ്റെ ഒരു സാന്ത്വനം എന്ന് പറയുന്നത്. ഗരീബ് നവാസ് എന്നുള്ള പേര് വെറുതെ കിട്ടിയല്ല എന്നാണ് മനസ്സിലാവണത്. പിന്നെ ചെടികളോട്, മരങ്ങളോട്. ഒരു ദിവസം പാതിരാക്ക് പെട്ടെന്ന് ഉറക്കത്തുനിന്ന് എണീറ്റ് പോവുകയാണ്. എടുത്തേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയണത് പിന്നെ തെങ്ങിന് വെള്ളം ഒഴിക്കാനുണ്ട് രാത്രി, പിന്നെ ഒരു തെങ്ങ് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ അത്രയും പിന്നെ തന്നെ കൊണ്ട് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ഒരു ജാടയില്ലാത്ത ലളിത ജീവിതം. ഒന്നുകൂടി പറയുകയാണെങ്കിൽ അരീക്കോട്ടുകാർ പിന്നെ നമ്മളെ നാട്ടിലൊരു മദ്രസ വേണം, നമ്മളാണെങ്കിൽ വളരെ സാധുക്കളുടെ നാടാണ് എന്ന് പറഞ്ഞപ്പോൾ എത്ര ക്യാഷ് ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ആവുന്നത് 1.5 ലക്ഷമെങ്കിലും വേണ്ടി വരുമെന്ന്. എന്നാൽ ഒരു 50,000 രൂപ അവിടെ നിന്ന് തന്നെ ഉസ്താദ് ഓഫർ ചെയ്തു. കുണ്ടൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് വരുന്നത് കുണ്ടൂർ ഉസ്താദിനെ ക്ഷണിച്ചിട്ട് ഒരു പരിപാടി വെച്ചാലോ എന്ന് ആലോചിച്ചിട്ടാണ്. പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നാൾക്ക് സ്വതക്കം കൊടുക്കുക എന്ന് പറയുന്ന അപൂർവമായ ഒരു ക്വാളിറ്റി ഉള്ള ആളാണ് കുണ്ടൂർ ഉസ്താദ്. അങ്ങനെ 50,000 അവിടെ നിന്ന് തന്നെ ഓഫർ ചെയ്തു. അത് നമുക്കൊരു വലിയ വയല് പരിപാടി വെക്കുക എന്ന് പറഞ്ഞു. അല്ല, അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ വയല് പരിപാടി വെച്ചാലൊന്നും വിജയിക്കൂല. അല്ല, വയല് കുണ്ടൂര്, മദ്രസ അരീക്കോട്. നിങ്ങൾ വയല് പറയുന്ന 2 ഉസ്താദുമാരെ ഏൽപ്പിച്ച് ഇന്ന ഡേറ്റിന് വരണം എന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേജ് ഉസ്താദ് റെഡിയാക്കി, മൈക്ക് ശരിയാക്കി. ഇത്ര പച്ചയായ ജീവിതമാണ് ഉസ്താദിൻ്റെത്. അവിടെ അങ്ങനെ സംഭവം, സമാനമായ സംഭവം അല്ല ഈ സംഭവം എന്നറിയില്ല. ഏതായാലും അന്ന് വയലിൽ കേൾക്കാൻ ഉസ്താദ് മാത്രം. അതാണ് ഉസ്താദിന്റെ മിക്ക വയല് സദസ്സിന്റെ അവസ്ഥ. എന്താ, ഓഡിയൻസിനെ കണ്ടിട്ടോ നോട്ടീസ് ഒട്ടിച്ചിട്ടോ ഒന്നുമല്ല, ചിലപ്പോ ഉസ്താദ് മാത്രം ഇരുന്ന് കേൾക്കുകയാണ്. എനിക്ക് നന്നാവാനാണ് വയല്, അങ്ങനെ പറയാതെ അങ്ങനെ പറയും. ആരും ഇല്ലല്ലോ എന്നും പ്രഭാഷണത്തിന് വേണ്ടി വന്ന ആള് പറയുമ്പോ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, എനിക്ക് കേൾക്കാനാണ് വയല് എന്ന് പറഞ്ഞ് അത് കേട്ടിരിക്കുന്ന സ്വഭാവം. അതിന് പ്രത്യേക സ്റ്റേജോ സംവിധാനം ഒന്നുമില്ല. പീടിയ കൊലയുമേ അവിടെ ഇവിടെയൊക്കെ മൈക്ക് കെട്ടുക, ആരെങ്കിലും പ്രഭാഷണം നടത്തുന്ന ആളുകൾ ആരെയും വന്നാൽ അവരെ കൊണ്ട് മുത്തനബിനെ കുറിച്ച് പറയിപ്പിക്കുക, അങ്ങനെ മഹബത്ത് ഇങ്ങനെ പറയിപ്പിക്കുക, അതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനൊരു ജീവിതം, വല്ലാത്തൊരു ജീവിതം. ഉസ്താദിനെ കാണാൻ വേണ്ടി വന്ന ഒരാളുടെ ഒരു അനുഭവത്തിലുണ്ടല്ലോ, പിന്നെ ഉസ്താദ് വന്ന ആളോടേക്കുന്നുണ്ട് മറ്റേ മുറ വേണമെന്ന്, നമ്മളെ അരിയും മറ്റൊക്കെ പാറ്റിക്കൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വേണമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ മുറ വിൽക്കുന്ന ഒരാളുടെ വിൽപ്പന അങ്ങോട്ട് സ്മൂത്തായിട്ട് നടക്കുന്നില്ല. അയാളുടെ അടുത്ത് നിന്ന് മൊത്തം ഉസ്താദ് വാങ്ങിയിട്ട് ഉസ്താദ് വിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ക്യാഷ് അയാളെ ഏൽപ്പിക്കുകയാണ്. എന്തിൻ്റെ ആവശ്യം ഉസ്താദിന് നമുക്ക് ചിലപ്പം ദൂരത്തുനിന്ന് തോന്നും. തദ്കിറത്തുൽ മുഹിബ്ബീനിലുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പണക്കാരടുത്തു നിന്ന് പണം വാങ്ങി പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുക, ഇതാണ് തങ്ങളുടെ പ്രധാന പരിപാടി. കൊണ്ടൂർ ഉസ്താദിനെ അല്ലേ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ എണീറ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഉസ്താദിന്റെ കയ്യിൽ ആയിരങ്ങൾ വന്നു പോകുന്നുണ്ട്. അതൊക്കെ പണക്കാർ വന്നാൽ അത് അവരുടെ നിന്ന് വാങ്ങുക, കീശയിൽ കയ്യിലിട്ടൊക്കെ വാങ്ങുക, അങ്ങനത്തെ പറ്റുന്നവരുടെ അടുത്ത് ചെയ്യുള്ളൂ. ആ നിലക്കുള്ള മഹബത്തുള്ളവരുടെ നിന്ന് വാങ്ങുക, നേരെ പുറത്ത് കൊടുക്കുക. എന്നിട്ട് കിടന്നുറങ്ങുമ്പോഴോ ഒരു പൈസ കയ്യിലില്ല, കീശകാലി. അതിനെ സംബന്ധിച്ച് ആറ്റുപുർ ഉസ്താദ് ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് ഉസ്താദും ആറ്റുപുർ ഉസ്താദും വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്നറിയില്ല. ഒരു ദിവസം രാത്രി കിടക്കാൻ ഒരുങ്ങുമ്പോൾ കുണ്ടൂർ ഉസ്താദിന് ഉറക്കം വരുന്നില്ല.
ഇരുന്നിട്ടും നീ എണീറ്റിട്ടും കിടന്നു മറിഞ്ഞിട്ടും എന്താ ഉസ്താദ് ഉറങ്ങാത്തതെന്ന് കരുതി ആറ്റൂർ ഉസ്താദ് ചോദിച്ചത്ര എന്താ ഉസ്താദ് ഉറങ്ങാത്തത്, എന്താ പ്രയാസം, എന്താ ഉസ്താദിന് ഉറക്ക് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറയാം എൻ്റെ അടുത്തൊരു 50 ഉറുപ്പ്യം കൂടി ബാക്കിയുണ്ട്, എൻ്റെ അടുത്തൊരു 50 ഉറുപ്പ്യം കൂടി ബാക്കിയുണ്ട്. ഔലിയായിന്റെ സ്വഭാവമായിട്ട് ഈ കാര്യം ഒന്നുണ്ടല്ലോ, പൈസ ഉണ്ടെങ്കിൽ അന്ന് അവർക്ക് ഉറക്കേണ്ട അസ്വസ്ഥത കൂടുതലായിരിക്കും എന്നാണ്. ഒരു 50 ഉറുപ്പ്യം കൂടി ബാക്കിയുണ്ട്, അതെന്താ ചെയ്യേണ്ടിയെന്നൊരു ഐഡിയ ആയിട്ട് എനിക്ക് അത് ചിന്തിച്ചിട്ട് ഉറക്ക് വരുന്നില്ല. ആ ഉസ്താദ് നല്ലപോലെ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ആറ്റൂർ ഉസ്താദ് പറഞ്ഞു തരുന്ന 50 ഉറുപ്പ്യം ഇങ്ങോട്ട് തന്നാളി, എനിക്ക് തന്നാളി, എന്നിട്ട് ഉസ്താദ് ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞ് അത് ഉസ്താദ് ആറ്റൂർ ഉസ്താദിനെ കൈമാറിയിട്ടാണ് നല്ല സുഖമായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ 50 ഉറുപ്പ്യം എന്ത് ചെയ്യണില്ല, ഉസ്താദിനെ ഉറക്ക് അസ്വസ്ഥപ്പെടുത്താണ്. കയ്യിലെത്തിയിരിക്കുന്ന ക്യാഷ് കൊടുത്തുവിടാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, തീർന്നോ, കൊടുത്തു തീർന്നോ, ഇല്ലേ തീർന്നിട്ടില്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹബത്ത് എന്താണെന്ന് ജീവിച്ച് കാണിച്ചെന്ന ആളാണ് പ്രിയപ്പെട്ട കൊണ്ടുവരുന്നത്. ജീവിതം എല്ലാം കൂടെ നോക്കുമ്പോഴാണ് അതാണ് മഹബത്ത്. ആ ജീവിതമാണ് മഹബത്ത്, അല്ലാതെ വേറെ ഒരു എലമെന്റും വേറെ. നേരത്തെ ഈ പണക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില പണക്കാരെ രാവിലെ കണ്ടിട്ട് പറയുമല്ലോ, ഇന്ന് ജോലിക്കൊന്നും പോകണ്ട, നമ്മൾ കുറച്ച് പിരിവിനിറങ്ങാം, എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് പല സ്ഥലത്തും പോയി പിരിക്കാൻ പോകുന്നൊരു പരിപാടി, സംഘാടനം പഠിപ്പിക്കുക. അതെ അതെ അതെ. എല്ലാ മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശരിക്കും ഉസ്താദിന്റെ ജീവിതം ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമല്ല, എല്ലാ മേഖലയും സംഘടനാ പ്രവർത്തനം, ദഅവാ പ്രവർത്തനം, മറ്റുള്ളവരത് പഠിപ്പിക്കുക. അനാഥകളോട് വലിയ ഇഷ്ടമാണ് ഉസ്താദിന്. പിന്നെ കൂടെയുള്ള മുത്തല്ലിമീങ്ങളിലോ വന്നവരിലോ അനാഥകളുണ്ടെങ്കിൽ ഉസ്താദ് ഫുഡ് ആദ്യം അവർക്കാണ് കൊടുക്കുക. പിന്നെ അത് ഔസിയ യത്തീംഖാനയല്ലേ ഏറ്റവും മഷൂറായത് അല്ലേ, അസല്. അതിനുവേണ്ടി ഉസ്താദ് കുറേ കഷ്ടപ്പെടുക. അന വക്കാഫിലിൽ യത്തീമി ഫിൽ ജന്നത്തി ഹാക്കതാണെന്നല്ലേ. ഞാൻ വെറുതെ 2 ആഴ്ച മുമ്പ് മർക്കസ് ഓഫീസ്ക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഹോം കെയർ അടക്കം സുൽത്താനുൽ ഉസ്താദിൻ്റെ മർക്കസിനെ അനുഭവിച്ച അനാഥ മക്കൾ 21,000 കഴിഞ്ഞത്രേ. നബിമാമിൻ്റെ ശിഷ്യൻ പറയുന്നുണ്ട്, ഒരനാഥനായ ഒരു മോനെ സംരക്ഷിച്ചാൽ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ ഇങ്ങനെ. അപ്പോൾ നമ്മളെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു മഹബത്തിന് പ്രത്യേകിച്ച് അങ്ങനെ റബീഉൽ അവ്വൽ എന്നൊന്നും മാനദണ്ഡമില്ലല്ലോ. അവരുടെ ഓരോ സെക്കൻഡും തങ്ങളെന്തിനാണോ ജീവിച്ചത് അതിനു വേണ്ടി ജീവിക്കുക. സുൽത്താനുൽ ഒരിക്കൽ ക്ലാസ്സിൽ എന്താണ് എല്ലാവരും യത്തീംഖാന ആദ്യം തുടങ്ങണം എന്നൊരു ചോദ്യം, വെറുതെ ഉസ്താദ് ചോദ്യം ഇട്ടു. മർക്കസ് യത്തീംഖാനാണ് ആദ്യം തുടങ്ങുന്നത്, നേരത്തെ കൊണ്ടൂർ യത്തീംഖാനാണ് തുടങ്ങിയത് ആദ്യം, ആണല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് ഈ യത്തീം നമ്മളെ മറ്റേ ഹദീസ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഹൃദയം തകർന്ന ആളുകളോട് കൂടെ മുങ്കസത്തുൽ കുലൂബ്, അതായിരിക്കണം ഉസ്താദ്, അതായിരിക്കണം എല്ലാവരും യത്തീംഖാന ആദ്യം തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ പുരോഗതി ഉണ്ടാവുന്ന അർത്ഥത്തിൽ ഉസ്താദ് സംസാരിച്ചു പറഞ്ഞു. ഉസ്താദിൻ്റെ ആ തെളിഞ്ഞ മനസ്സ്, അതാണ് മനസ്സിൻ്റെ ആ ഒരു തെളിമയാണ് ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പ്രകടമാവുന്നത്. ഉസ്താദിൻ്റെ മകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിയിരുന്നത് നമ്മളെ മഞ്ചേരി അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള സാറാണ്. ഉസ്താദിനെ കുറിച്ച് ഉസ്താദിൻ്റെ സ്മരണികയിൽ പറയണത് ട്രാൻസ്പാരന്റ് എന്നാണ്. അത്രയും സുതാര്യമായ കണ്ണാടി പോലെ തെളിഞ്ഞ ഹൃദയം മൂപ്പർക്ക് അതേ പറയാനുള്ളൂ കൊണ്ടൂർ ഉസ്താദിനെ കുറിച്ച്. ആ ഒരു കാലത്ത് മൂപ്പര് കൊണ്ടൂർ ഉസ്താദിനെ അനുഭവിച്ച ആ ഒരു എല്ലാ സംഗതികളും മൂപ്പര് പറഞ്ഞിട്ട് എനിക്ക് ഉസ്താദിനെ കുറിച്ച് ലാസ്റ്റ് പറയാനുള്ളത് ഉസ്താദ് ട്രാൻസ്പാരന്റ് വളരെ പ്രധാനമാണല്ലോ. അത് നല്ല മുന്തിയിനം മത്സ്യം വാങ്ങിയിട്ട് പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഉസ്താദ് പറയുന്നുണ്ട്, ഈ മത്സ്യം ഒന്ന് പാക്കറ്റ് കവർ ചെയ്തിട്ട് പോകണം. ആ തെളിഞ്ഞ കവറിൽ മത്സ്യം ഇട്ടിട്ട് പോകുമ്പോൾ ഈ യത്തീം മക്കൾ, അനാഥ മക്കളൊക്കെ അത് കാണുമ്പോൾ അവർക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ആഗ്രഹം കൊണ്ട് അവരുടെ മനസ്സ് വേദനിച്ചു പോയാൽ റബ്ബിൻ്റെ കോപം ഉണ്ടാവും. എന്താണ് ഉസ്താദിൻ്റെ ഒരു ചിന്ത നോക്കിയേ. അത്ര പോലും ശരിക്കും നമ്മളെ ഫിഖിൻ്റെ ഒരു റൂട്ടുമാണല്ലോ, അപ്പുറത്തെ മക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഫ്രൂട്ട്സും വിഭവങ്ങളൊന്നും കൊണ്ടുവരരുത് എന്നുകൂടി. ഒരാളും വേദനിക്കരുത്, വേദനിക്കുന്നവരോടൊപ്പമൊക്കെ കൂടെ നിൽക്കണം എന്ന് ജീവിച്ച് കാണിച്ചെന്ന ആളാണ് പ്രിയപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്. സിറാജ് പത്രം പ്രധാനമായിട്ട് ഒരു 100 പേപ്പർ വെന്നിയൂർ ഇറക്കാണ്. വെന്നിയൂരിൽ നേരെ കൊണ്ടൂരിലേക്ക് റോഡുണ്ട്. അപ്പോൾ രാവിലെ ആ പത്രം പോയി എടുത്ത് അത് കയ്യിൽ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സർക്കുലേഷൻ്റെ ഒരു കഥ ഉസ്താദ് ജീവിതത്തിലുണ്ട്. എത്ര വലിയ ഒരു സംഘടനാ പ്രവർത്തനം നമ്മളിപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവും. ആ കാലത്ത് ഉസ്താദ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നതും ഷെയ്ഖുന സുൽത്താനുൽ ഉലമക്ക് നൽകിയ ആ ശക്തിയൊക്കെ ഈ സിറാജിൻ്റെ സംഭവം തന്നെ വലിയ സംഭവമാണ്.
എന്നിട്ട് ഉസ്താദ് വെന്നൂരിൽ നിന്ന് കൊണ്ടൂർക്ക് നടക്കുകയാണ്, കുറച്ചൊക്കെ ഉണ്ട് ഒരു ദൂരം. 6 കിലോമീറ്ററിന് മേലെ ഉണ്ടാവില്ല. എന്നിട്ട് അത് കാണുന്നവർക്ക് കൊടുക്കുകയാണ്. കൊടുത്ത് തീർന്നിട്ട് ചിലപ്പോൾ ചീന്തി കൊടുക്കലുണ്ട് എന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ റിസാലയും മിസാല് ആദ്യം ഉസ്താദാണല്ലോ അല്ലേ, നമുക്ക് വാരികാക്കി തരുന്നതും പ്രകാശത്തിന് നേതൃത്വം നൽകുന്നതും. സംഘടനാ പ്രവർത്തനം, സംഘടനാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ജീവനാണ്. പിന്നെ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ 2-3 പ്രവർത്തകരെ തെറ്റിദ്ധരിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. ആ പ്രവർത്തകർ ആ കേസ് അറിയ പോലും ചെയ്യില്ല. സാധുക്കൾ പലരും ബന്ധപ്പെട്ടിട്ടൊന്നും അതിൽ നിന്ന് റിലീസാക്കാൻ കഴിയണില്ല. ഉസ്താദിനെ ആരോ കാര്യം ബോധിപ്പിച്ചപ്പോൾ ഉസ്താദ് അധികൃതരായി കോൺടാക്ട് ചെയ്തപ്പോൾ വൈകുന്നേരം 5 മണിയാകുമ്പം ഇറക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഉസ്താദ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 5 മണിയായപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോൾക്ക് അവർ പറഞ്ഞ പോലെ തന്നെ, പോലീസുകാർ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ച് അവർ റിലീസാക്കിയിട്ടുണ്ട്. പിന്നെ ഉസ്താദ് പറയണെന്താ വെച്ചാൽ, ആ അറസ്റ്റ് ചെയ്യപ്പെട്ട 2-3 മക്കളുണ്ടല്ലോ നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, അവരോടൊന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണമെന്ന്. ചായയും പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആക്കി വട്ടത്തിലിരുന്ന് ഉസ്താദിനെ വിളമ്പിക്കൊടുത്ത് ആ മക്കളെ മനസ്സിൽ എന്തെങ്കിലും ഒരു വേദന സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അവരെ സൽക്കരിക്കുകയാണ് ഉസ്താദ്. സൽക്കാരം, ദിയാഫത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ് ആ മക്കാമില്. അവിടെ വരുന്നവർക്ക് എന്തെങ്കിലും കുടിക്കാനോ കടിക്കാനോ കിട്ടും. അതായത് നാളെ ഒരിക്കൽ ഒരാൾ പറഞ്ഞു കൊണ്ടൂർ ഉറൂസിന് പോകണം, അപ്പോൾ രാത്രി അയക്കണ്ട്, ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ കൊണ്ടൂരിലേക്കല്ലേ പോണത്, എങ്ങനെയായാലും ഫുഡ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഫുഡ് ബാക്കിയുണ്ട്. കൊണ്ടൂർ വന്ന ആൾക്ക് ഭക്ഷണം കിട്ടാതെ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് അവിടുന്ന് ഭക്ഷണം കിട്ടും. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനായ ഹദീസ് പണ്ഡിതനാണല്ലോ. മഹാനവറുകൾ ഒരു ദിവസം ആരംഭിക്കുന്നത് 360 ആൾക്ക് ഫുഡ് കൊടുത്തിട്ടാണ്. ഈജിപ്തിലാണ് അവരെ ഖബർ. ഇപ്പോഴും ആ ഖബറിൻ്റെ അടുത്ത് ഭക്ഷണ വിതരണം ഉണ്ട് എന്ന് സിയാറത്ത് ചെയ്തവരൊക്കെ പറയാറുണ്ട്. നമ്മളെ നാട്ടിലെ കൊണ്ടൂർ ഉസ്താദിനെ ഓർമ്മിക്കുമ്പോൾ ജീവിതത്തിലെ ഒരു അനുഭവം ബാലൻസ് ഷീറ്റായിട്ട് കാണുന്നു എന്നാണ് പറയണത്. എന്തെങ്കിലും കൊടുത്ത് സൽക്കരിക്കാം. കാര്യമായിട്ട് ഉസ്താദിന്റെ സൽക്കാരം പുട്ടും ചായയാണ്. പുട്ടും ചായ, കൊണ്ടൂർ പോയാൽ പുട്ടും ചായയും കിട്ടും എന്നുള്ളത് പൊതുവേ എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടാണ്. അത് സൽക്കരിക്കാതിരിക്കൂല. എന്തെങ്കിലും ചിലപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ ഈ ഉറൂസിന് തന്നെ ഇപ്പോൾ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ മൂപ്പര അനുഭവം പറയുന്നുണ്ട്. ഒരു ദിവസം സൽക്കരിച്ചപ്പോൾ അതിൽ മീനുണ്ട്, ഇറച്ചിയുണ്ട്, പച്ചക്കറി ഉണ്ട്, ഉണക്കലീനുണ്ട്, എന്തൊക്കെയാണ് കിട്ടുന്നത് അതൊക്കെ പാടെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് വരുന്നവരെ സൽക്കരിക്കുക, അവരെ വയറ് നിറച്ചു കൊടുക്കുക. ഉസ്താദ് സൽക്കരിക്കുന്നതിന്റെ പിന്നിൽ വേറെ സംഗതിയും കൂടി ഉണ്ട്. ഇത് വാങ്ങിക്കൊണ്ടുവരുന്ന പുട്ടും ചായയും ഓർഡർ ചെയ്യുന്നത് പാവപ്പെട്ടവന്റെ കടയിലാണ്. അപ്പൊ ആ ആൾക്ക് കച്ചവടം കിട്ടലും കൂടിയാണ് ഉസ്താദിന്റെ താല്പര്യം. ഉസ്താദിന്റെ താല്പര്യം അതാണ്. ഉസ്താദ് ചില ആളുകളൊക്കെ ചെറുമുക്ക് ഒരു കടയിൽ ഇങ്ങനെ പോവാറുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണല്ലോ ഉസ്താദ് പറയല്, ഓനക്കൊരു കച്ചവടം കിട്ടിക്കോട്ടെ, നിങ്ങളെ പള്ളർച്ച് തിന്നോളി എന്ന് പറഞ്ഞിട്ട് വരുന്നവർക്ക് വാങ്ങിക്കൊടുക്കുക. ഈ കച്ചവടക്കാരന് കച്ചവടം ഉണ്ടാക്കി കൊടുക്കലും കൂടിയാണ്. സംഭവം ഒന്ന് ഇത് രണ്ടും പാവപ്പെട്ട ഇവിടെ സൽക്കരിക്കുമ്പോ പോലും എന്തുണ്ട്, പാവപ്പെട്ടവനക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള. ഞാനത് കുറെ സംഗതി അങ്ങനെ അനലൈസ് ചെയ്താൽ കുറെ സാധനങ്ങൾ വരും. ഒരുപാട് ഒരു യഥാർത്ഥ മുഅ്മിൻ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ മുഹിബ്ബിന് ഉണ്ടാവേണ്ട അടയാളങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ. ഇന്നമീൻ മുജിബാത്തിൽ ജന്ന, അതിൽ പെട്ടതാണ് ഇദ്ഖാലു സുറൂർ, ഇത്വാമു ത്വാമു. ഒരൊറ്റ അവസരം കളയൂല എന്നല്ലേ, ഫുഡ് കൊടുക്കാനുള്ള ഒരു അവസരം ഉസ്താദ് കളയില്ല. മാത്രമല്ല ഈ കുടുംബക്കാരൊക്കെ കൂടി ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുക, പേരക്കുട്ടികൾ മക്കളെയൊക്കെ ഭക്ഷണത്തിൻ്റെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഗസാലി ഇമാം ഇഹ്യയിൽ തർബിയത്തുൽ ഔലാദിൻ്റെ പാർട്ടിൽ പറഞ്ഞ ആ ഒരു ജീവിതമായിരുന്നു ഉസ്താദിൻ്റെത്. ഉസ്താദിൻ്റെ എടുത്തു പറയേണ്ട ഒരു പാർട്ടായിട്ട് തോന്നുന്നത് ഉസ്താദിൻ്റെ സൂക്ഷ്മതയാണ്. ഭയങ്കര സൂക്ഷ്മതയാണ് ഉസ്താദിൻ്റെ. ഈ ഒരാൾ വീട് നിർമ്മാണം ആരംഭിക്കണം, ഉസ്താദ് ഏതെങ്കിലും ഒരു കല്ലെടുത്തിട്ട് മന്ദിരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് യത്തീങ്ങാൻ്റെ പറമ്പിൽ നിന്നുള്ള കല്ലെടുത്തിട്ടാണ് ഇതൊന്ന് മന്ദിരിച്ച് തരണം എന്ന് പറയണത്. അപ്പോൾ ഉസ്താദ് ഉടനെ തന്നെ അത് യത്തീം മക്കളെ സ്വത്താന്ന് അത് അവിടെ ഇടുന്ന പറയണത്. പൊതുവെ നമ്മളിപ്പോൾ വലിയ ഉസ്താദ്മാരുടെ അടുത്തൊക്കെ പോയാൽ കിട്ടിയ വെള്ളം മന്ദിരിപ്പിക്കാനല്ലേ നോക്കുക. ഈ വെള്ളം എനിക്കിവിടെ ഹലാലാണോ എന്ന് നോക്കൂലല്ലോ. ഉസ്താദ് ആ ഇടപെടലും ആ ഒരു സൂക്ഷ്മതയാണ് പറയണത്. ഉസ്താദ് നടത്തുന്ന സ്ഥാപനമാണ് യത്തീംഖാന, എന്നിട്ട് പോലും ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പരിപാടി നടന്നാൽ പോലും വാടക കൊടുക്കും. ഉസ്താദ് വാടക കൊടുക്കും. ഉസ്താദ് അവിടുന്ന് കഴിക്കണ ഭക്ഷണത്തിന് അവിടെ ബില്ലടക്കും. അവിടെ യത്തീം കുട്ടികൾക്ക് എന്ന നിലക്ക് യത്തീംഖാനന്റെ കോമ്പൗണ്ടിൽ പരിപാടി നടന്നാൽ ഉസ്താദ് വാടക അടക്കുകയാണ് യത്തീംകുട്ടികൾക്ക് വേണ്ടി. ശരിക്കും അതൊരു വലിയൊരു പാടാണ് സ്ഥാപനം നടത്തുന്നവർക്കും അല്ലേ. പ്രത്യേകിച്ച് അനാഥ മക്കൾക്കുള്ള
സ്വത്ത് വയറ്റിലെത്തിയാൽ തീയാണ് തിന്നുന്നല്ലേ. അതിനെ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കണത് അനാഥ മക്കളുടെ സ്വത്ത് നമ്മളെ വയറ്റിലെത്തിയാൽ ഈമാനില്ലാതെ മരിച്ചു പോകുന്നതാണ്. ഭയങ്കര ആക്കിബത്ത് മോശമാകുന്നൊരു കാര്യം കൂടിയാണല്ലോ ഇത്. മാത്രമല്ല യത്തീംഖാനയുടെ പറമ്പിലേക്ക് പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മാവ് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് നിന്നപ്പോൾ അത് വീണാൽ വേണമെങ്കിൽ അവർ സമ്മതിക്കുന്നതുകൊണ്ട് തന്നെ യത്തീം കുട്ടികൾക്ക് തിന്നൊക്കെ ചെയ്യാം. തൻ്റെ സ്ഥാപനത്തിലെ കൗസിയെ യത്തീംഖാനിലെ മക്കൾക്ക് തിന്നാം. പക്ഷേ അത് മൂത്ത് വരുമ്പോഴേക്ക് ഉസ്താദ് മൊത്തം അത് അവർക്ക് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങും അത്രേ. കാരണം എൻ്റെ മക്കളൊന്നും ശുബഹത്ത് തിന്നരുത് എന്ന്. അബൂദുജാനറിലാണ് സുബീസ്കാരം കഴിഞ്ഞ ഉടനെ ഓടുന്നുണ്ടല്ലോ. ആ ഒരു സംഭവത്തെ വായിക്കാൻ അതുപോലെ പറ്റും. ഈ പാലിലെന്തോ ഒരു സൂക്ഷ്മതക്കുറവ് വന്നപ്പോൾ പാലിലൊരു സൂക്ഷ്മതക്കുറവ് വന്നപ്പോൾ പാൽ ചായ കുടിക്കാത്തൊരു സംഭവം പറയുന്നുണ്ട്. അതെ, 2 മാസം പാൽ ചായ പിന്നെ കുടിച്ചില്ല. ക്ലിയർ ചെയ്തതിന്റെ ആ, ശേഷം അത് പിന്നെ ആരൊക്കെ പറഞ്ഞു ഉസ്താദിനോട് അവിടെ അങ്ങനെ കൃത്രിമത്തല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉസ്താദ് ചായ കുടിക്കണത്. ഇപ്പോൾ ഉസ്താദ് ദർസിൽ ഓതുന്ന സമയത്ത് പിന്നീട് നല്ല ദാക്കിറായിരുന്നു ഉസ്താദ്. പല അത് പിന്നെ ബാവസ്താദ് പറയുന്നുണ്ട്, ചെലവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഫുള്ള് ദിക്റ ദിക്കറാണ്. നല്ല ദാക്കിറായിരുന്നു. അപ്പോൾ ഈ ഉസ്താദ് ഇങ്ങനെ ഒരു ആത്മീയ മേഖലയിലേക്ക് ഇങ്ങനെ പോകുന്ന അങ്ങനെ ഒരു ദർസ് ഇങ്ങനെ ഓതുന്ന സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം വന്ന സമയത്ത് കരിങ്കപ്പറസ്നായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു ആത്മീയ അങ്ങനെ ഉസ്താദിൻ്റെ സമ്മതത്തോടു കൂടെയാണ് ചാപ്പനങ്ങാടി ഉസ്താദിനെ ഉസ്താദ് പോയി സന്ദർശിക്കുകയും അവിടുന്ന് ഇജാസത്ത് വാങ്ങുകയും പിന്നെ അവിടുത്തെ മുരീദായി മാറുകയും ചെയ്യുന്നത്. പിന്നീട് പലപ്പോഴും ചാപ്പനങ്ങാടി ഉസ്താദ് അവരെ ഈ കുണ്ടൂർ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ വന്ന് കാണുമ്പോൾ പറയും, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്, അവിടെ കാതോലുകാരുണ്ടല്ലോ, കാതോലുകാരെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഉസ്താദ് വളരുന്നുണ്ട്. ഞാൻ പ്രധാന ഓർമ്മപ്പെടുത്തിയത് ഉസ്താദിന്റെ സമ്മതത്തോടു കൂടെയാണ് എന്ത് ചെയ്യുന്നത്. അത് ഉസ്താദ് പറയാറുമുണ്ട്, പ്രത്യേകിച്ച് പറയാറുമുണ്ട്. എന്ത് കരിങ്കപ്പാർ ഉസ്താദ് സമ്മതിച്ചിട്ടാണ് ഞാൻ വലിയൊരു പാടാണ്. കുറെ നമുക്ക് വിശദീകരിക്കാതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തനിക്ക് കിട്ടിയതൊക്കെ പാവങ്ങൾക്ക് കൊടുത്തും. പരിപാടിക്ക് ക്ഷണിക്കാൻ വന്ന ഒരാൾക്ക് 500 രൂപ കൊടുത്തപ്പോൾ ഈ ക്ഷണിക്കാൻ വന്ന ആൾ ചോദിക്കേണ്ടത് ഇതെന്താണ്, ഈ 500 എൻ്റെ പോക്കറ്റിൽ ഇരുന്നിട്ടൊരു സുഖം കിട്ടണില്ല. പിന്നെ കോഴിക്കോട് നിന്ന് ആരോ 2 ലക്ഷം രൂപ കൊടുത്തപ്പോൾ മകൻ പറയുന്നുണ്ട്, പിന്നെ കുണ്ടൂരെത്തുമ്പോഴേക്ക് അത് കൊടുത്തു തീർത്തു. അങ്ങനെ തനിക്ക് കിട്ടിയതൊക്കെ ഉമ്മത്തിന് കൊടുത്ത് പാവങ്ങൾക്ക് കൊടുത്ത് മദഹിലായി ജീവിച്ച് മദഹ് പ്രചരിപ്പിച്ച് ഉമ്മത്തിൻ്റെ എല്ലാവരുടെയും നാവിൽ പിന്നെ ആരംഭപ്പൂവായ ആ വരി ഉണ്ടല്ലോ, ആ വരി സ്ഥാപിച്ചെടുത്ത ഒരു ഗരീബ് നവാസായി ജീവിച്ച മഹബത്തിൻ്റെ എല്ലാ എലമെൻസുകളും ചേർന്ന് നിന്ന ഒരു വലിയ മഹാനാണ് കുണ്ടൂർ ഉസ്താദ്. അവിടുത്തെ ആണ്ട് കാലമാണ്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.